ഒരു പട്ടായ ട്രിപ്പിനുള്ള കാശ് വേണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങാനുള്ള പൈസ. ഇത്തരം ഷോർട്ട് ടേം ഗോൾസിന് പറ്റിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് ഫിനാൻസ് ഫ്രൈഡേ. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കറിംഗ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റുമാണ്. ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RDയിൽ നമ്മൾ ബാങ്കിനോട് പറയുന്നു that on a certain date every month ഒരു particular amount എടുത്ത് RD അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. This deposit is done for a certain period of time. The minimum for this is 6 months and the maximum is 10 years. ഈ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്തിന് നമുക്ക് ഇൻട്രസ്റ്റും ബാങ്ക് നൽകുന്നു. On the other hand, ഒരു FD അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ബാങ്കിന് ഒരു ലംസം amount ഡെപ്പോസിറ്റ് ആയി നൽകുന്നു. Again for a period of time which ranges from a minimum of 7 days to a maximum of 10 years. ആൻഡ് ഈ പീരീഡ് ഓഫ് ടൈമിന് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് നൽകും. പക്ഷേ ഈ അഗ്രീഡ് അപ്പോൺ ടൈം പീരീഡിന് മുമ്പ് നമ്മൾ RDയോ FDയോ ക്ലോസ് ചെയ്താൽ ബാങ്ക് പെനൽറ്റി ലെവി ചെയ്യാം, പറഞ്ഞ ഇൻട്രസ്റ്റ് എമൗണ്ടും ലഭിക്കില്ല. സോ ദാറ്റ് വേ ദിസ് ഈസ് ലെസ് ലിക്വിഡ് ദാൻ ദ മണി ദറ്റ് യു പുട്ട് ഇൻ യുവർ സേവിങ്സ് അക്കൗണ്ട്. പക്ഷേ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടും. ആൻഡ് ദ പ്രിൻസിപ്പൽ ഓർ ദ മണി ദറ്റ് യു ഇനിഷ്യലി പുട്ട് ഇൻ ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് സേഫ്. ഈ മ്യൂച്വൽ ഫണ്ട്സിന് ആഡിലൊക്കെ കിട്ടില്ലേ, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലും ഒരു ചെറിയ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. അത് ഇവയിൽ രണ്ടിലും ഇല്ല. സോ ദാറ്റ് മേക്സ് ദീസ് സം ഓഫ് ദ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഔട്ട് ദെയർ. ഇഫ് യു ഹാവ് മണി ഇൻ ലംസം, പുട്ട് ഇറ്റ് ഇൻ എൻ FD. പക്ഷേ ഒരു ഗോൾഡിന് വേണ്ടി കാശ് അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ RD സ്റ്റാർട്ട് ചെയ്യുക.